അധ്യക്ഷൻ ചുമതലയേറ്റ ദിവസം പല നേതാക്കളും വിട്ടുനിന്നു എന്നുള്ളൊരു ആരോപണം. അങ്ങനെ ആരും വിട്ടുനിന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പരമാവധി നേതാക്കളും പ്രവർത്തകരും തിങ്ങി നിറഞ്ഞ യോഗത്തിൽ വെച്ചാണ് സണ്ണി ജോസഫ് ചാർജെടുത്തത്. അത് നല്ല യോഗമായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന ഒരു സമ്മേളനമായിരുന്നു അത്. അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇന്നലെ ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. മുരളീധരൻ കഴിഞ്ഞ യോഗത്തിനും ഇല്ലായിരുന്നു. ഇപ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടാവും. അല്ലാണ്ട് മനഃപൂർവ്വമായി ആരും ഹൈക്കമാൻഡ് വിളിച്ച് യോഗത്തിൽ വരാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇന്നത്തെ യോഗം വളരെ ഒരു പ്രധാനപ്പെട്ട യോഗമാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നിവയെപ്പറ്റിയെല്ലാം കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിയുമായി നേതാക്കളുടെ ചർച്ചയുണ്ടാകും. അങ്ങനെ ഇന്നലെ അദ്ദേഹം വന്നിരുന്നു, എല്ലാ ചടങ്ങിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹത്തിന് എന്തെങ്കിലും അതൃപ്തി ഉള്ളതായിട്ട് ഇന്നലെ ഒരു വാക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പാർട്ടിയിൽ അങ്ങനെ ദളിത് പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ട എല്ലാ തലങ്ങളിലും അതനുസരിച്ചാണ് കഴിഞ്ഞ തവണ എല്ലാ ജില്ലയിലും അതുണ്ടായി, ബ്ലോക്കുകളിലുണ്ടായി, മണ്ഡലങ്ങളിലുണ്ടായി. അപ്പോൾ അതിനിയും വേണം എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കൂടുതൽ പ്രാതിനിധ്യം ദളിത് വിഭാഗങ്ങൾക്ക് എല്ലാ തലങ്ങളിലും ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.